ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ ഒരു ഐഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഇത് തന്നെയാണോ നല്ല സമയം, അതോ നമ്മൾ വെയിറ്റ് ചെയ്യണോ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഒരു ഐഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും 2 മാസം കൂടി വെയിറ്റ് ചെയ്യുക. കാരണം ഐഫോണിന്റെ പുതിയ മോഡലായ 14 സീരീസ് 2 മാസത്തിനുള്ളിൽ ഇറങ്ങുന്നതാണ്. ഇങ്ങനെ പുതിയ സീരീസ് വരുമ്പോൾ പഴയ മോഡലുകൾക്കെല്ലാം തന്നെ വിലയിൽ വളരെയധികം മാറ്റങ്ങൾ വരും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഐഫോൺ എല്ലാം വാങ്ങാൻ സാധിക്കും. അതുപോലെ ഫെസ്റ്റിവൽ സീസൺ ആണ് വരുന്നത്. ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ നമുക്ക് ആമസോൺ അതുപോലെ ഫ്ലിപ്കാർട്ടിലെല്ലാം തന്നെ നിലവിലുള്ളതിനേക്കാൾ കൂടുതലായുള്ള നല്ല ഓഫറുകളെല്ലാം കിട്ടും. അതിനാൽ തന്നെ നിങ്ങൾ 2 മാസം വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഏത് ഫോണാണ് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏത് ഫോൺ എടുത്താലാണ് നമുക്ക് ഗുണം കിട്ടുന്നത്, ഇതിനെക്കുറിച്ച് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഐഫോൺ 11 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഒരു ഫോൺ സെലക്ട് ചെയ്യുക. കാരണം അതിൽ ക്യാമറ, ബാറ്ററി എന്നിവയിലെല്ലാം തന്നെ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ പഴയ ഒരു മോഡലിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 11ന്റെ അത്ര നല്ല ക്യാമറയോ ബാറ്ററിയോ ഒന്നും തന്നെ ലഭിക്കുകയില്ല. അതുപോലെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് എല്ലാം ദീർഘകാലത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഒരു ഫോൺ തന്നെ എടുക്കുക. പഴയ മോഡലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദീർഘകാലത്തേക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ടൊന്നും ലഭിക്കണമെന്നില്ല. അതിനാൽ തന്നെ ഐഫോൺ 11 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഒരു ഫോണോ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഒരു മോഡൽ എല്ലാം സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഐഫോൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മോഡൽ നമ്മൾ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വാങ്ങുക. ഇതിനായി നിങ്ങൾക്ക് അടുത്തുള്ള ആപ്പിൾ സ്റ്റോറിലെല്ലാം പോവുകയാണെങ്കിൽ ഡെമോ എല്ലാം വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഇത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസ് ആണോ, അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ടോ, അതുപോലെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആണോ, ഈ കാര്യങ്ങളെല്ലാം നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ മോഡൽ പർച്ചേസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.